പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കുടുംബം നഷ്ടപ്പെട്ടു, കുട്ടികളെ നഷ്ടപ്പെട്ടു, വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ജീവിക്കാൻ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി. എന്നിട്ട് കോടതി വെറുതെ വിട്ടിട്ട് എന്താ കാര്യമുള്ളത്? നമസ്കാരം. പുരുഷ കമ്മീഷൻ വേണം എന്ന രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഒരു ആവശ്യം, ഒരു ബില്ല് പാസ്സായി ഒരു നിയമമായി വരണമെന്ന ഒരാഗ്രഹം പലരും പുച്ഛത്തോടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവജ്ഞയോടെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മുമ്പ് ഇതേപോലെ തന്നെയാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ, അതായത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിധത്തിലുള്ള നിയമങ്ങൾ വന്നപ്പോഴും പ്രതികരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ആ നിയമം സ്ത്രീകൾക്ക് എത്ര കണ്ട് ഉപകാരമായെന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. വളരെ നല്ല രീതിയിൽ ആ നിയമം ഉപയോഗപ്പെട്ടു. പക്ഷെ ഈ അടുത്ത കാലത്ത് വളരെ മോശമായി, അതായത് പുരുഷന്മാരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം, അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം ആ നിയമം ഉപയോഗപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ 70 വയസ്സുള്ള ഒരു വയോവൃദ്ധൻ എന്നെ വിളിച്ചു. ഇന്നല്ല, 2-3 ദിവസം മുമ്പേ വിളിച്ചിരുന്നു. അദ്ദേഹം വൃദ്ധസദനത്തിലേക്ക് പോകുമ്പോൾ മക്കള്, ഭാര്യ, മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയാണ്. അദ്ദേഹം ആയ കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ വീട്ടിൽ അദ്ദേഹത്തിന് മനസ്സമാധാനത്തോടെ താമസിക്കാൻ പറ്റുന്നില്ല. അതേപോലെ എറണാകുളത്ത് സർവ്വ സ്വത്തും ഉണ്ടായിട്ടും ഒരു വൃദ്ധനെ, അദ്ദേഹം വൃദ്ധസദനത്തിലാണ് താമസിക്കുന്നത്. അതായത് ജീവിതത്തിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ പുറത്താക്കുന്നു, അല്ലാതെ തന്നെ പുറത്താക്കുന്നു. ഈ പുരുഷൻ ഒരു പരാതിയും കൊണ്ട് എവിടെയും ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ. എന്തു ചെയ്യും? ഇനി അഥവാ എന്തെങ്കിലും ഒരു പരാതി കൊടുക്കാമെന്ന് വെച്ചാൽ അത് കേൾക്കാൻ ആളില്ല. സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇവിടെ കേൾക്കാൻ ആളുള്ളത്. സ്ത്രീകൾ എന്ത് തോന്നിയാസം പറഞ്ഞാലും, എന്ത് കള്ളപ്പരാതി കൊടുത്താലും ആ പരാതിയുടെ മേൽ പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുച്ചൂട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുമ്പോൾ പിന്നെ പുരുഷ കമ്മീഷൻ വേണ്ടേ? പുരുഷന്മാർക്ക് ജീവിക്കണ്ടേ ഇവിടെ? സ്ത്രീകൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഓരോ ദിവസവും പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു ചെറുപ്പക്കാരൻ, ഒരു IT, അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂർ 80 മിനിറ്റ് അദ്ദേഹത്തിന്റെ കഥ, തന്റെ കുട്ടിയെ പോലും കാണാൻ സമ്മതിക്കുന്നില്ല, തന്റെ ജീവിതം നശിപ്പിച്ച മുഴുവൻ കഥയും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. അതുപോലെ ഈ തൊട്ടടുത്ത ദിവസം മറ്റൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ ഭാര്യയുടെ പീഡനമാണ് തന്റെ മരണ കാരണമെന്ന് തന്റെ ശവപ്പെട്ടിയിൽ എഴുതി വെക്കണം. ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. അതെ, ഇന്ന് അടുത്ത വാർത്ത വരുന്നു. ബംഗളൂരില് ഭാര്യയും കുടുംബവും പീഡിപ്പിക്കുന്ന ആരോപിച്ചിട്ട് ബംഗളൂരിൽ ഒരു പോലീസുകാരൻ യൂണിഫോമിൽ ജീവനൊടുക്കിയേക്കുന്നു. കഴിഞ്ഞ ദിവസം ഭാര്യയുടെ പിതാവിനെ അദ്ദേഹം വിളിച്ചിരുന്നു എന്ന് പറയുന്നു. വിളിക്കുമ്പോൾ നീ പോയി ചാകുക എന്നാണ് പറഞ്ഞത്രേ. അതായത് ഒരു പെണ്ണ് മറുഭാഗത്തുണ്ടെങ്കിൽ, അത് ഭാര്യയായാലും ആര് തന്നെ ആയിരുന്നാലും മറുഭാഗത്തുണ്ടെങ്കിൽ, ഇപ്പുറത്തുള്ള പുരുഷന് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റില്ല, സ്വസ്ഥതയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിനെ പ്രതിരോധിക്കണ്ടേ? ഈ നിയമത്തെ ദുരുപയോഗം ചെയ്ത് നിന്ന് നമ്മുടെ ജനതയെ രക്ഷിക്കണ്ടേ? രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്ന ഹണിറോസിന് ഒരു കേസിൽപ്പെട്ടാൽ എന്താണ് അവസ്ഥ എന്ന് താൻ പഠിപ്പിച്ചു കൊടുക്കും. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. പക്ഷെ നമുക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ കഴിഞ്ഞ ദിവസം നിലനിൽക്കാത്ത രീതിയിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത്. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്നത് കൊണ്ടും എന്താണ് നിയമമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടും ഒരുപക്ഷെ നിയമ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്ന് പറയാം. ഒരു സാധാരണക്കാരനാണെങ്കിലോ കേസുണ്ടാവും, ഉറപ്പാണ്. ബാക്കി പിന്നെയല്ലേ, കേസ് കോടതിയിലെത്തി, കോടതി വെറുതെ വിടുമ്പോഴേക്കും അവന്റെ ജീവിതം കോഞ്ഞാട്ടയായിട്ടുണ്ടാവും. ഒരു കള്ള പീഡന പരാതി എത്തി, ആ കള്ള പീഡന പരാതിയിൽ അദ്ദേഹം റിമാൻഡിലായി, ജോലി പോയി, അതിനുശേഷം കുറച്ചു നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു, വരുമാനമില്ലാതെ വന്നു, അദ്ദേഹത്തിന്റെ വീടും പറമ്പും ജപ്തിയായി, അവസാനം വർഷങ്ങൾക്ക് ശേഷം നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ടു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കുടുംബം നഷ്ടപ്പെട്ടു, കുട്ടികളെ നഷ്ടപ്പെട്ടു, വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ജീവിക്കാൻ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി. എന്നിട്ട് കോടതി വെറുതെ വിട്ടിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഈ അവസ്ഥ ഇങ്ങനെ വരാൻ കാരണം ഇവിടുത്തെ സ്ത്രീപക്ഷ നിയമങ്ങളും അതുപോലെ പോക്സോ നിയമങ്ങളും ദുരുപയോഗം ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള ദുരുപയോഗം തടയുന്നതിന് ഇവിടെ പുരുഷ കമ്മീഷൻ വേണം. പുരുഷന്മാർക്കും ഇവിടെ വേണം. അവർക്ക് നീതി, അവരുടെ വർത്തമാനം പറയാൻ, അവരുടെ വിഷമം കേൾക്കാൻ ഇവിടെ ആള് വേണം. അതില്ല ഇവിടെ. ഒരു പുരുഷനെ ഒരു സ്ത്രീ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ നിവൃത്തിയില്ല. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ, ലൈംഗികമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരെ ഇവിടെ നിയമ നടപടി വരും. ആ നിയമ നടപടി വളരെ ക്രൂരമായിരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ പീഡിപ്പിച്ചാലോ വല്ല നിയമ നടപടിയും ഇവിടെ വരും? നിലവിൽ നിയമങ്ങളൊന്നും ഇല്ല. അതൊരു ബുദ്ധിമുട്ടിക്കൽ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കേസോ ആയി മാറും. അതൊരു പീഡന കേസായി ചാർജ് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്?
ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്ക് കൊടുക്കുന്ന അതേ ഒരു പ്രയോറിറ്റി, അതേ ഒരു നീതി പുരുഷനും വേണ്ടേ? അപ്പോൾ പുരുഷ കമ്മീഷൻ വേണം, ഇവിടെ വരണം. ഇന്ന് ഒരു പോലീസുകാരൻ യൂണിഫോമിൽ മരിക്കുന്നു, ഒരു IT ഉദ്യോഗസ്ഥൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് മരിക്കുന്നു, മറ്റൊരാൾ മരണപ്പെട്ടിട്ട് എൻ്റെ മരണം പീഡനം മൂലമാണെന്ന് എഴുതി വെക്കണമെന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഈ കേരളത്തിൽ കണ്ടതാണ്, ഒരാളെ കാറിലിട്ട് കത്തിച്ചു കൊല്ലുന്നു. അങ്ങനെ കൊലപാതക പരമ്പരകൾ, വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, അങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കും ഇത്? പുരുഷന്മാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചില ഭർത്താക്കന്മാരെങ്കിലും ക്രിമിനലുകളായി മാറാണ്. അവർ അങ്ങനെ ചിന്തിക്കുന്നത് ഈ നിയമത്തിന്റെ ദുരുപയോഗമാണ്. ഇതിനു മുമ്പ് കൊല്ലത്ത് ഒരു ഭാര്യയെ കാറിലിട്ട് കത്തിച്ചു കൊന്ന കഥ നമുക്കറിയാം. എന്തായിരുന്നു എൻ്റെ കഥ? അവർ ചിന്തിച്ചത് തനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്താൽ താൻ കാലാകാലം അഴിയെണ്ണേണ്ടി വരും. തനിക്കെതിരെ ഒരു പീഡന കേസ് വരാൻ സാധ്യതയുണ്ട്, മറ്റ് കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അത്തരം കേസുകൾ വന്നാൽ താൻ കാലാകാലം അഴിയെണ്ണേണ്ടി വരും, ജീവൻ മുഴുവൻ നാശമാകും, നാട്ടുകാർ മുഴുവൻ തനിക്കെതിരെ നിൽക്കും. ഇപ്പോൾ അതിനെ അങ്ങ് വകവരുത്തി കഴിഞ്ഞാൽ തനിക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് അത് ചിന്തിച്ചു. അയാൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് കത്തിച്ചത്. പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് വന്നത്. അദ്ദേഹം ഒരു കൊലപാതകിയായിട്ട് കൂടി, നിയമത്തെ കയ്യിലെടുത്തിട്ട് കൂടി അദ്ദേഹം ശിക്ഷിക്കപ്പെടുമായിരിക്കാം. 10, 12, 14 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പുറത്തു വരും. പിന്നീടുള്ള കാലം അദ്ദേഹം മനസ്സമാധാനത്തോടെ ജീവിക്കും. അത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്? അതൊരു ഭാര്യയുടെ കഥയല്ലേ? അപ്പോൾ സ്ത്രീക്ക് ഇവിടെ എങ്ങനെയും ജീവിക്കാം, ഏത് തരത്തിലും പെരുമാറാം, ഏത് കള്ളക്കേസും കൊടുക്കാം, എന്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാലും നിയമം അവരെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ധാർഷ്ട്യം ഇന്ന് ഒരു ജീവനും കൂടി എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ പുരുഷ കമ്മീഷന് പിന്തുണ കൊടുക്കാതിരിക്കുക? തിപ്പണ്ണ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ജീവനെടുക്കുകയാണ്. മനസ്സ് അത്രമേൽ വേദനിച്ചത് കൊണ്ടാണ് ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. ഭാര്യയിൽ നിന്നും ഭാര്യയുടെ പിതാവിൽ നിന്നുമുള്ള മാനസിക പീഡനമാണ് ഈ തീരുമാനത്തിന് കാരണം. ഡിസംബർ 12 രാത്രി 7:26 ഭാര്യയുടെ പിതാവ് യവനപ്പ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. 14 മിനിറ്റ് സംസാരിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം ഞാൻ രാവിലെ തിരിച്ചു വിളിച്ചിരുന്നു, എന്നാൽ എന്നോട് മരിക്കൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇല്ലാതായാൽ അദ്ദേഹത്തിന്റെ മകൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാകുമെന്നും പറഞ്ഞു. വളരെ മോശമായി പെരുമാറി കുറിപ്പിൽ പറയുന്നു. ഇവിടെയാണ് നമ്മൾ അതുൽ സുഭാഷിന്റെ കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. ഭാര്യയുടെ പീഡനത്തെ തുടർന്നാണ് ടെക്കി ആത്മഹത്യ ചെയ്തത്. ഇതേപോലെ അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നും ആത്മഹത്യ ചെയ്യുന്നത് ശരിയല്ല എന്നും, അതുപോലെ തന്നെ നിയമം കയ്യിലെടുക്കുന്നത് അത്ര സുഖകരമായ ഒരു അവസ്ഥയല്ല. നിയമവ്യവസ്ഥിതി കളിയാടുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് അത് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെ ആവുകയും എല്ലാ മനുഷ്യർക്കും അത് നടപ്പിലാകുകയും ആ നടപ്പിലാകുന്ന മനുഷ്യന്മാരിൽ പുരുഷന്മാർ ഉണ്ടായിരിക്കുകയും വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹം കൂടിക്കൂടി വരും എന്ന കാര്യത്തിൽ പല സംശയമുണ്ടോ? Different angles. Don't forget to subscribe and support this channel.